ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒന്ന് പോസ് എന്ന എറിയാൻ മൈനിങ് ബോർഡിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വഴി കയറിയാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആണ്. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഈ ബോർഡ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ കാരണം എന്താ വെച്ചാൽ, ഇപ്പം മെയിനായിട്ട് ടെലിഗ്രാം ഡ്രോപ്പിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ടെലിഗ്രാം മൈനിങ് ബോട്ടാണ് ഇത്. കാരണം എന്താ വെച്ചാൽ, നമുക്കറിയാൻ പറ്റും കഴിഞ്ഞ നന്നായിട്ട് എയർ ഡ്രോപ്പ് തന്നത് ഡോക്സ് എന്ന ടെലിഗ്രാം മൈനിങ് ബോട്ടായിരുന്നു. അപ്പോൾ ഡോക്സിനെക്കാട്ടി റവന്യൂ വരുന്നതാണ് ഈ പോസ് എന്ന ടെലിഗ്രാം മൈനിങ് ബോട്ട് എന്ന് കുറേ ഇൻഫ്ലുവൻസേഴ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ട്വിറ്ററിലായാലും യൂട്യൂബിലായാലും ഇപ്പോൾ നല്ല രീതിക്ക് ഹൈപ്പുള്ളൊരു പ്രോജക്റ്റായിട്ടാണ് ഇത് പറയണത്. അപ്പോൾ അതിന് റിയാലിറ്റി എന്താ ചോദിച്ചാൽ, എനിക്ക് തോന്നുന്നത് ഇതിൽ വലുതായിട്ട് നിങ്ങൾക്ക് ഡോസിൻ്റെ അത്ര റവന്യൂ കിട്ടിയിട്ടില്ലെങ്കിലും അത്യാവശ്യം നിങ്ങൾക്ക് ഓവറായിട്ട് പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾ പണിതിനനുസരിച്ചുള്ള റിവാർഡ് നിങ്ങൾക്ക് ഇതിൽ കിട്ടും. അപ്പോൾ ഓവറായിട്ട് പ്രതീക്ഷിച്ചിട്ടായാലും മൈൻ ചെയ്യാൻ നിൽക്കേണ്ട. ജസ്റ്റ് ഒരു ദിവസം ഒരു സെക്കൻഡൊക്കെ ഇതിൽ ടൈം സ്പെൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡെയിലി ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് ടാസ്കുകൾ കംപ്ലീറ്റ് ആക്കിയിട്ട് അങ്ങനെ പോയിന്റ്സ് ചെയ്യണമെങ്കിൽ പറയാം. ഒന്നാമത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസാണ് വരിക. അപ്പോൾ നിങ്ങൾ കയറുന്ന സമയത്ത് നിങ്ങൾ ഹാമസ്റ്റർ കോമ്പാറ്റും ഡോസ് കോയിനും നോട്ട് കോയിനും മൈൻ ചെയ്തവരാണെങ്കിൽ കയറുന്ന സമയത്ത് ഇത് മൈൻ ചെയ്തതിന് അനുസരിച്ചുള്ള റിവാർഡ് നിങ്ങൾക്ക് ഈ ബോട്ടിൽ കിട്ടും. അതാണ് ഇത് മെയിനായിട്ട് ഹൈപ്പ് കയറാൻ പറഞ്ഞത്. എന്താ വെച്ചാൽ ഹാമസ്റ്റർ കോമ്പാറ്റ് കളിച്ചതിന് ഇവർ പോയിന്റ്സ് തരിക കാരണം, ഡോസ് കളിച്ചതിന് പോയിന്റ്സ് തരിക കാരണം ഇവർ വിചാരിക്കണം അതിനേക്കാളും റിവാർഡ് കാര്യങ്ങൾ ഇവർ തരുന്നതാണ്. അത് പറയണത് ഓവർ ഹൈപ്പ് വെക്കരുത്. ജസ്റ്റ് ഇവർ പറഞ്ഞാൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ ഇതിൽ ഓവറായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ മാത്രം പറയുകയാണ്. പിന്നെ എല്ലാ ഇൻഫ്ലുവൻസും പറഞ്ഞത് 100% ശരിയൊന്നുമല്ല. അപ്പോൾ എന്താണ് അങ്ങനെ നിങ്ങൾക്ക് ഇതിൽ കയറി കഴിഞ്ഞാൽ പോയിന്റ്സ് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത് പറഞ്ഞാൽ ഇവിടെ ഫ്രണ്ട്സിൻ്റെ സെഷൻ പോയി കഴിഞ്ഞാൽ വെച്ചാൽ നിങ്ങൾക്ക് ഓരോ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നതോടെ അവരുടെ 10% പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ വോട്ടും ലീഡേഴ്സും അങ്ങനെ ലീഡേഴ്സ് പറഞ്ഞാൽ അതിൽ ഹയസ്റ്റ് ആരെ പോയിന്റ്സ് ചെയ്യണത് അതൊക്കെയാണ്. അത് നിങ്ങൾ മെയിനായിട്ട് ഇതിൽ നോക്കാനില്ല. പിന്നെ വോട്ട് പറഞ്ഞു വെച്ചാൽ അടുത്തതായിട്ട് ഇവർ കൊളാബ് ചെയ്യേണ്ടത് ഏതിലാണെന്നാണ് ചോദിക്കുന്നത്. ടൂ മാർക്കറ്റ് ആണോ, SMB ആണോ, കാറ്റ്സ് ആണോ എന്ന്. അപ്പോൾ ഇതിൽ വോട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ടെലിഗ്രാം സ്റ്റാസോ അല്ലെങ്കിൽ ടോൺ എന്തോ കൊടുക്കണം. അപ്പോൾ ഇതിൽ പൈസ ഇറക്കണം. അപ്പോൾ ഞാൻ പറയണത് ഇതിൽ പൈസ ഒന്നും ഇറക്കണ്ട, നിങ്ങൾ വോട്ട് ചെയ്യേണ്ടിയിരിക്കുകയാണ് നല്ലത്. വോട്ട് ചെയ്തില്ലെങ്കിൽ എയർ ഡ്രോപ്പ് നിങ്ങൾക്ക് കിട്ടുന്ന എയർ ഡ്രോപ്പിൽ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് പേടിക്കാനില്ല. പിന്നെ ഇവിടെ സെഷൻ പോയി കഴിഞ്ഞാൽ വെച്ചാൽ ഡെയിലി ചെറിയ ചെറിയ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പോയിന്റ്സ് ചെയ്യാൻ പറ്റും. ഗെയിം കളിച്ചുകൊണ്ടും പറഞ്ഞു വെച്ചാൽ ഓരോ ടെലിഗ്രാം ബോട്ട് ജോയിൻ ചെയ്യുക. മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ പുട്ട് ഈ പൂച്ചേൻ്റെ കയ്യിൻ്റെ ചിഹ്നമില്ല, അത് നിങ്ങളുടെ ടെലിഗ്രാം പേരിൽ ഇട്ട് വയ്ക്കുക. എന്താ വെച്ചാൽ അതിന് ഇവിടെ 5000 പോയിന്റ്സ് അതിന് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ മെയിനായിട്ട് അത് ചെയ്യുക. പിന്നെ പാർട്ട്നേഴ്സിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ടോം മാർക്കറ്റിൽ ജോയിൻ ചെയ്യുക, SMB ജോയിൻ ചെയ്യുക, പിന്നെ ബ്രം ജോയിൻ ചെയ്യുക. അങ്ങനത്തെ ചെറിയ ചെറിയ ടാസ്കുകളാണ്. അപ്പോൾ എന്താ പറയുക, പറ്റുമ്പോൾ എല്ലാവരും മൈൻ ചെയ്യാൻ നോക്കുക. അധികം ടൈം സ്പെൻഡ് ചെയ്യാണ്ടിരിക്കുക. ഓവറായിട്ട് ഹൈപ്പ് വെച്ചിട്ട് ഓവറായിട്ട് റിവാർഡ് കിട്ടും വിചാരിക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു അടുത്ത വീഡിയോ കാണാം. ശരി, ബൈ.